ഹായ് എവരിവൺ, ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് 250 ml ഒരു കപ്പ് പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് 7 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ബാച്ചായിട്ട് വേണം ഇതിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതപ്പോൾ ഒരു സെക്ഷൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ബൗളിലോട്ട് മാറ്റാം. എല്ലാ ബ്രെഡും ഇങ്ങനെ തന്നെ പൊടിച്ച് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് അങ്ങ് ഫൈനായിട്ട് പൊടിഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ഒട്ടും തന്നെ പൊടിയാതിരിക്കാനും പാടില്ല. ഒരുപാട് തരികളായിട്ട് അങ്ങനെ കിടക്കാനും പാടില്ല. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഞാനിപ്പോൾ ഈ ബ്രെഡ് 2 സെക്ഷനായിട്ട് തന്നെ എല്ലാം തന്നെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് പൊടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള അതേ മിക്സിയുടെ ജാറിൽ തന്നെ 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 8 ടേബിൾ സ്പൂണോളം വരും. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതാ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പാലിൽ നിന്നും ഒരു 1/4 കപ്പ് പാല് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം. ഏകദേശം 1 മിനിറ്റോളം ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുട്ട മിക്സ് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിലേക്ക് കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച ശേഷം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ലൂസായി പോവും. ഇങ്ങനെ ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ സാവധാനം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെയാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് ബാലൻസ് ഉള്ള മുട്ട മിക്സും ബാക്കിയുണ്ടായിരുന്ന ആ ഒരു പാലും അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതിൽ നിന്നും 1/4 കപ്പ് പാല് മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മുട്ട മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ബാലൻസ് ഒരു 1/4 കപ്പ് പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് മുഴുവനായി ചേർത്ത് കൊടുക്കണമെന്നില്ല, നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാനിതിപ്പോൾ 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇനി ഒരു 2-3 മിനിറ്റെങ്കിലും ഇങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അല്പം കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 2-3 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റായി നല്ല മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണ്ടത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസുമാണ് ചേർത്തിട്ടുള്ളത്. ഈ സമയം നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല, ഞാനതിന് പകരം എള്ളാണ് ചേർക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഇനി എള്ളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം തന്നെ പീനട്ട് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ കറുത്ത എള്ളും വെള്ള എള്ളും ഉണ്ടായിരുന്നു, ഞാനതാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ള് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചൂടാറാനായിട്ട് നമുക്കൊരല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡിൻ്റെ മിക്സിലേക്ക് ഇനി ഇതൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ നട്ട്സും ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പകുതി മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ നട്ട്സൊക്കെ നെയ്യിൽ മൂപ്പിച്ച് ഉടനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ റോസ്റ്റ് ചെയ്ത് ചേർത്തിട്ടുള്ള ഈ മിക്സ് എല്ലാം നന്നായിട്ട് തന്നെ ഈ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു യൂസ് ചെയ്യാത്ത ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ദോശക്കല്ല് വേണമെങ്കിലും എടുക്കാം. അതിന് മുകളിലായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് തന്നെ നെയ്യൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യത്തെ ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം
മീഡിയം ടു ലോ ഫ്ലെയിം തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ തന്നെ ഏകദേശം ഒരു 5 മിനിറ്റോളം കീപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സും കിസ്മിസും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഒട്ടും തന്നെ ആവി പുറത്തു പോകാത്ത രീതിയിലുള്ള ഒരു മൂടി വെച്ച് 20 മിനിറ്റോളം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അല്പം കൂടെ ഒന്ന് വേവാനുണ്ട്. ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. 4 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പാച്ചില കൊണ്ട് ഇതിൻ്റെ 4 വശങ്ങളും ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് മറ്റൊരു പാനിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 4 വശങ്ങളും ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം മാത്രം ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിന് മുകളിലായിട്ട് മറ്റൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കണം. നെയ്യ് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. നെയ്യ് ഒഴിച്ച ശേഷം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 5-6 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകൾ വശം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതിയാവും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി ഇതിന് മുകളിലായി ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത നട്ട്സിൻ്റെയോടൊപ്പം അല്പം എള്ള് കൂടി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനലിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ കേട്ടോ. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി റെസിപ്പീസിൻ്റെ ഷോർട്സും ലോങ് വീഡിയോയും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.